നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബുള്ളിയൻ സ്റ്റിച്ച് പഠിക്കാം. പലർക്കും ബുള്ളിയൻ സ്റ്റിച്ച് ഒരു കീറാമുട്ടിയാവാറുണ്ട്. അതിൻ്റെ ആ വിരലൊക്കെ ഒന്ന് പിടിച്ച് ചെയ്തിട്ട് അവസാനം കഴിക്കുമ്പോൾ അതങ്ങോട്ട് ഒന്നുമില്ലെങ്കിൽ ലൂസാവും, അല്ലെങ്കിൽ അത് കെട്ടുമുറുകും. ഇതിലേതെങ്കിലുമൊക്കെ ഒന്നും സംഭവിക്കാറും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതി പരിചയപ്പെടുത്താം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാവർക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ബുള്ളിയൻ സ്റ്റിച്ചൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചൊന്നും അല്ല, വിചാരിക്കണ മാതിരി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് തുടങ്ങാം. ചെറിയൊരു ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്, ചെറിയൊരു മരത്തിൻ്റെ ഔട്ട്ലൈൻ ആട്ടോ. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഞാൻ റണ്ണിങ് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്, കാരണം നമ്മളിപ്പോൾ ബുള്ളിയൻ സ്റ്റിച്ചാണല്ലോ പഠിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് മാത്രം. ഞാൻ ഓൾറെഡി 2 ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് മുമ്പിലേക്കോ സൈഡിലേക്കോ എവിടേക്കാണോ ഈ സ്റ്റിച്ച് ബുള്ളിയൻ സ്റ്റിച്ച് വേണ്ടത് അവിടേക്ക് ഇത് കുത്തി ഇറക്കുക. എന്നിട്ട് ആദ്യം കുത്തിയ സ്ഥലത്തേക്ക് തന്നെ കുത്തി എടുത്തൂല്ലോ നമ്മൾ സൂചി, അവിടേക്ക് തന്നെ വീണ്ടും സൂചി കൊണ്ടുപോവുക. എന്നിട്ട് ആ സൂചി ഇങ്ങനെ കുത്തി നിർത്തണം കേട്ടോ. വിരലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകാതെ സൂചി ഇങ്ങനെ കുത്തി നിർത്തുക. സൂചി നമ്മൾ അടിയിൽ നിന്നൊന്ന് ജസ്റ്റ് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ കുത്തി നിന്നോളൂ. ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക അടിയിൽ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അതുപോലെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഒന്നമർത്തി കൊടുക്കുക. കണ്ടോ, ഒന്നമർത്തി കൊടുക്കുക. എന്നിട്ട് അവസാനം ആ ചുറ്റേൻ്റെ അടി അവസാനം വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്നിങ്ങനെ അമർത്തി പിടിക്കുക. അതങ്ങനെ കളയാതിരിക്കുക, ആ പിടുത്തം അങ്ങനെ കളയാതിരിക്കുക. എന്നിട്ട് സൂചി പതുക്കെ അങ്ങോട്ട് ഊരിയെടുക്കുക. കണ്ടല്ലോ, പിന്നെ പതുക്കെ ഊരിയെടുക്കുക. കുറച്ച് ടൈറ്റാവും, ടൈറ്റാവും, സാരമില്ല, നമുക്ക് ഊരിയെടുക്കാൻ കിട്ടാവുന്ന അത്ര ടൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ നമ്മൾ സൂചി എന്താ ചെയ്ത് വിരൽ അടിയിലേക്ക് കൊണ്ടുപോയിട്ടില്ലേ, സൂചിയുടെ കുത്തി നിർത്തി. സൂചി തുണിയുടെ അടിയിൽ നിന്നാണ് പിടിച്ചത്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രത്യേകത കെട്ടൊന്നും വീഴില്ല, നല്ല വൃത്തിയായിട്ട്. അപ്പോൾ നമ്മൾ മുമ്പിലേക്ക് കുത്തി നിർത്തിയില്ല, അവിടേക്ക് തന്നെയാണ് ഈ സ്റ്റിച്ച് കൊണ്ടുപോകുന്നത്. അവിടെ തന്നെയാണ് ഈ സ്റ്റിച്ച് കുത്തി ഇറക്കണത്. കണ്ടോ, ഇനി അവിടെ തന്നെ സൂചി കുത്തി താഴ്ത്തുക. ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ഒരെണ്ണം കൂടി ചെയ്യാം. സൂചി ഇതാ കുത്തിയെടുത്തു. എവിടെയാണ് നമുക്ക് സ്റ്റിച്ച് വേണ്ടത് അവിടേക്ക് ഇത് കുത്തി ഇറക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം സൂചി കുത്തി മുകളിലേക്ക് എടുത്തോടത്തേക്ക് തന്നെ വീണ്ടും സൂചി കൊണ്ടുപോവുക. അത് അവിടെ വെച്ചിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് ചുറ്റുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നൂല് മുകളിലേക്ക് വരും. ഒന്നിങ്ങനെ താഴത്തേക്ക് തള്ളി കൊടുത്താൽ മതി. പിന്നെ ഈ കോട്ടൺ നൂലിനേക്കാളും ഇത്തിരി സോഫ്റ്റായ സിൽക്കി നൂലുണ്ടല്ലോ, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള സിൽക്കി നൂല് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അവിടെ പെട്ടെന്ന് ചെയ്യും, അത് കുടുങ്ങൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എടുക്കുക. നമ്മൾ എവിടേക്കാണോ സൂചി താഴ്ത്തിയത് അവിടേക്ക് തന്നെ സ്റ്റിച്ചും കൊണ്ടിടുക. മനസ്സിലായല്ലോ? ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. അതായത് സൂചി കുത്തി നിർത്തുക, സൂചിയുടെ തുമ്പ് പിടിക്കുന്നത് തുണിയുടെ അടിയിൽ നിന്ന് പിടിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? സൂചിയുടെ അടിയിലേക്ക് ഇങ്ങനെ കൈ കൊണ്ടുപോകുന്നതിന് പകരം സൂചി ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് വിടുക. മുകളിൽ അടിയിൽ മാത്രം പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റുക. അപ്പോൾ ആ ചുറ്റുമ്പോൾ ആ കെട്ടുണ്ടല്ലോ, കെട്ട് വലുത് ചെറുത് അങ്ങനെ റൗണ്ട് ഇങ്ങനെ ചെയ്യേണ്ടത് വലുത് ചെറുത് അങ്ങനെയൊന്നും വരില്ല. ഇനി പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 ചുറ്റിൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിടിച്ചോ, അപ്പോൾ പിന്നെ കുഴപ്പം വരില്ല. എന്നിട്ട് അവസാനം ഒന്ന് പിടിക്കുക. ഞാൻ വിരൽ മാറ്റി, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ വിരൽ മാറ്റി പിടിക്കണം. എനിക്ക് റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ ചുറ്റുമ്പോൾ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ വിരലൊന്ന് മാറ്റി പിടിച്ചാൽ കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്, ഇങ്ങനെ വരും. എന്നിട്ട് അതിങ്ങനെ വലിച്ചാൽ അതങ്ങനെ ലൂസായിട്ട് പോവും. കണ്ടല്ലോ, അങ്ങനെ പോകും. എന്നിട്ട് വീണ്ടും അത് മുമ്പിലേക്ക് തന്നെ എവിടെയാണോ സൂചി കുത്തി ഇറക്കിയത് അവിടേക്ക് തന്നെ ആ സ്റ്റിച്ച് താഴ്ത്തിയും കൊടുക്കുക. അപ്പോൾ ആ നൂലൊന്നും കാണാതെ പെർഫെക്റ്റായിട്ട് നമുക്ക് ബുള്ളിയൻ സ്റ്റിച്ച് കിട്ടി. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ചെയ്ത് നോക്കണം. ഒരു 5-6 തവണ ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യണേ മറക്കരുത്. ഓക്കെ.